നമസ്കാരം. എക്സലന്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെസ് ബോർഡിൽ കാണുന്ന പൊസിഷൻ വളരെ സിമ്പിൾ പൊസിഷനായാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് പൊസിഷനാണ്. ഈ ഒരു പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. വൈറ്റ് കിങ്ങിന് വൈറ്റ് പോണിനെ സംരക്ഷിക്കുവാൻ സാധിക്കുകയും എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ബ്ലാക്കിൻ്റെ പോണുകളെ അറ്റാക്ക് ചെയ്യുവാനും സാധിക്കും. പക്ഷേ ബ്ലാക്കിൻ്റെ പോണുകൾ 5th റാങ്ക് നിയന്ത്രിക്കുന്നത് കൊണ്ട് വൈറ്റ് കിങ്ങിന് മുൻപിലോട്ട് നീക്കം നടത്തുവാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടും. നമ്മൾക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പോൺ F5. ഇപ്പോൾ G×F5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ KF4 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ ആക്രമിക്കാം. ബ്ലാക്ക് G6 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ KE5, KF6 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ എല്ലാ പോണുകളെയും വളരെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. ബ്ലാക്കിൻ്റെ പോൺ G×F5 എന്ന നീക്കത്തിന് പകരം G5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ കിങ് KG4, KH5, KG6 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് G7ൽ ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുക്കുകയും F5ൽ ഇരിക്കുന്ന പോണിനെ വളരെ പെട്ടെന്ന് തന്നെ പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ഒരു ക്യൂവിനെ വായിച്ചെടുക്കുവാൻ ശ്രമിക്കും. എന്നാൽ ബ്ലാക്ക് ഈ രണ്ട് വേരിയേഷനുമല്ല കളിക്കുന്നത്. കിങ് B5. ഇത് മനസ്സിലാക്കിയ ബ്ലാക്ക് പോണിനെ വെട്ടിയെടുക്കുകയോ മറ്റു നീക്കങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിന് പകരം KB5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിനെ പോണുകളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുവാൻ ശ്രമിക്കുന്നു. കിങ് F4. വൈറ്റ് കിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ ബ്ലാക്കിൻ്റെ പോണുകളുടെ അടുത്തെത്തിക്കുവാൻ ശ്രമിക്കുകയും ബ്ലാക്കിൻ്റെ കിങ്ങിനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കുകയുമാണ് ഉദ്ദേശിക്കുന്നത്. കിങ് C6, കിങ് E6, കിങ് D7. ബ്ലാക്ക് KD7 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് KE6 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ വൈറ്റിൻ്റെ F5ൽ ഇരിക്കുന്ന പോണിനെ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് മറ്റൊരു ആക്രമണം നടത്തുവാൻ ശ്രമിക്കുന്നു. പോൺ F6. ഇപ്പോൾ G7ൽ ഇരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് F6ൽ ഇരിക്കുന്ന പോണിനെ വെട്ടിയെടുത്താൽ വൈറ്റിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് 6th റാങ്കിലിരിക്കുന്ന എല്ലാ പോണുകളെയും വെട്ടിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. കിങ് E8. ബ്ലാക്ക് KE8 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ നീക്കങ്ങൾക്കെതിരെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രതിരോധം ഏർപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. F×G7. വൈറ്റിൻ്റെ G7ൽ ഇരിക്കുന്ന പോണിന് ഒരു നീക്കം കൂടെ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കും. കിങ് F7. ബ്ലാക്കിൻ്റെ KF6 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുകയും G7ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. G8 സമം ക്യൂൻ പ്ലസ് വൈറ്റ് നിഷ്പ്രയാസം KF6 എന്ന നീക്കം നടത്തുന്നതിന് വേണ്ടി G8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ക്യൂവിനെ വാഴിച്ചെടുത്ത് ചെക്ക് നൽകുകയും ക്യൂനിനെ സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യുന്നു. കിങ് ക്രോസ് G8, കിങ് F6. വൈറ്റിൻ്റെ കിങ്ങിന് KF6 എന്ന നീക്കം നടത്തിക്കൊണ്ട് 6th റാങ്കിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് 6th റാങ്ക് തിയറി പ്രകാരം വൈറ്റിന് ഈ ഗെയിം വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് വൈറ്റ് വിലയിരുത്തുന്നത്. കിങ് H7, KH7 എന്ന നീക്കം നടത്തിക്കൊണ്ട് G6ൽ ഇരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. പോൺ G4. പോൺ G4 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം H5 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുക എന്നായിരുന്നു. എന്നാൽ ഈ ഒരു പൊസിഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരു നീക്കം തെറ്റിക്കഴിഞ്ഞാൽ ഈ ഗെയിം സമനിലയിൽ എത്തിക്കുവാൻ സാധിക്കും. പോൺ G5. ഇനി ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണുകളെ ഒരേ ഫയലിൽ എത്തിക്കുകയും എഡ്ജ് സ്ക്വയറിലായതുകൊണ്ട് തന്നെ കിങ്ങിന് ഈ പോണുകൾ നിഷ്പ്രയാസം ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നും ആ രീതിയിൽ ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നാണ്. എന്നാൽ വൈറ്റ് വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഗെയിം വിജയിക്കുന്നു. കിങ് F7, KF7 എന്ന നീക്കം നടത്തുന്നതോടുകൂടി G6, G7, G8 എന്നീ സ്ക്വയറുകൾ വൈറ്റിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ്ങിന് പെട്ടെന്ന് എഡ്ജ് സ്ക്വയറിൽ നിന്നും പുറത്തേക്ക് വരുവാൻ സാധിക്കുകയില്ല. പോൺ H5. ഇപ്പോൾ G×H5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ഈ ഗെയിം സമനിലയായി മാറും. എന്നാൽ വൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് നടത്തുന്നത്. എന്തായിരുന്നു വൈറ്റിൻ്റെ അടുത്ത നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. പോൺ H4.
ഇപ്പോൾ ബ്ലാക്ക് G×H4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിൻ്റെ G4-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് നിഷ്പ്രയാസം ഒരു ക്യൂവിനെ വഴിച്ചെടുക്കാം. എന്നാൽ H×G4 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റ് H×G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ H4-ലിരിക്കുന്ന പോണിനെ ഒരു ക്യൂവിൻ വാഴിച്ചെടുക്കുവാൻ സാധിക്കും. G×H4, പോൺ G5, പോൺ H3, G6 പ്ലസ് വൈറ്റിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുവാൻ സാധിച്ചതാണ് ബ്ലാക്കിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണം. കിങ് H6, G7, പോൺ H2, G8 സമം ക്യൂ. വൈറ്റ് പോൺ പ്രൊമോഷൻ ചെയ്തുകൊണ്ട് ഒരു ക്യൂവിനെ വാഴിച്ചെടുത്തു. H1 സമം ക്യൂ. ബ്ലാക്കും H1 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ക്യൂൻ പ്രൊമോട്ട് ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ അടുത്ത ഒരു നീക്കത്തോടു കൂടി ഈ ഗെയിം ചെക്ക്മേറ്റ് ആണ്. ക്യൂൻ G6 പ്ലസ് ചെക്ക്മേറ്റ്. ബ്ലാക്കിൻ്റെ ക്യൂനിന് ഈ ഒരു ചെക്ക്മേറ്റ് ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കാതെ നോക്കി നിൽക്കുവാൻ മാത്രമാണ് സാധിക്കുന്നത്. എന്നാൽ വൈറ്റിൻ്റെ ആദ്യത്തെ നീക്കം F5 എന്ന നീക്കത്തിന് പകരം KG4 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണുകളെ ആക്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. KG4, KB5, H4, KC5, H5, G×H5, King×H5, KD5, KG6 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ G7-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. KE4, ബ്ലാക്ക് F4-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. പോൺ G3, വൈറ്റ് പോൺ G3 എന്ന നീക്കം നടത്തുമ്പോൾ F4-ലിരിക്കുന്ന പോൺ സംരക്ഷിക്കപ്പെടുന്നു. H5, King×G7. ഈ ഒരു പൊസിഷനിൽ അടുത്തു വരുന്ന ഒരു നീക്കം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടെത്തുവാൻ ശ്രമിക്കുക. കിങ് F5, കിങ് H6. കിങ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ ആക്രമിക്കുന്നു. KG4 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ പോൺ സംരക്ഷിക്കപ്പെടുകയും വൈറ്റിൻ്റെ G3-യിൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. പോൺ F5, വൈറ്റ് F5 എന്ന നീക്കം നടത്തിക്കൊണ്ട് King×F5 എന്ന നീക്കം നടത്തുവാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഈ ഒരു പൊസിഷനിൽ മറ്റൊരു നീക്കമാണ് നടത്തുന്നത്. ഈ ഒരു നീക്കം നടത്തുന്നതോടുകൂടി ഈ ഗെയിം സമനിലയിൽ എത്തിക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുവാൻ സാധിക്കും. പോൺ H4, ഈ ഒരു പൊസിഷനിൽ G3-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് H4-ലിരിക്കുന്ന പോണിനെ വെട്ടിയില്ല എങ്കിൽ ബ്ലാക്ക് H3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുകയും H1 എന്ന സ്ക്വയറിലേക്ക് പോൺ എത്തുമ്പോൾ ചെക്കോടെ ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാനും ബ്ലാക്കിന് സാധിക്കും. അതുകൊണ്ട് G×H4, King×F5, പോൺ H5. H5 എന്ന നീക്കത്തിന് പകരം KG7 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ KG4 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിന് പോൺ നഷ്ടപ്പെടും. കിങ് F6, കിങ് H7, കിങ് F7, H6, കിങ് F8, കിങ് H8, കിങ് F7, H7, കിങ് F8. വൈറ്റ് F5 എന്ന നീക്കത്തിന് പകരം KG4 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിന് നിഷ്പ്രയാസം ഒരു സമനില ഉണ്ടാക്കിയെടുക്കാമായിരുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.